നമസ്കാരം. അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കോഴിയെ വളർത്താൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കോഴിയെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കോഴിയെ വളർത്തിയിരുന്ന അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആ കൂട് നല്ലതുപോലെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുമ്മായം വിതറി ലിറ്റർ വിരിച്ച് നല്ല രീതിയിലാണ് വിമുക്തമാക്കി കോഴികൾ വരുമ്പോൾ നല്ല രീതിയിൽ പാർപ്പിക്കാനായിട്ട് തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, കൂട്ടിനുള്ളിൽ ആവശ്യത്തിന് സ്ഥലവും നല്ല വായു സഞ്ചാരവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒരിക്കലും കോഴികൾ ഞെരിഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാറ്റ് നല്ലതുപോലെ നമ്മുടെ കൂട്ടിൽ അല്ലെങ്കിൽ ഷെഡിൽ കയറി ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് കോഴിയെ കഴിവതും വാങ്ങാതിരിക്കുക. കാരണം യാത്ര ചെയ്ത് വരുന്ന കോഴികൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വരുന്ന കോഴികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ചില കോഴികളൊക്കെ രക്ഷപ്പെടാൻ കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷേ അതിൽ നമ്മൾ 50 കോഴിയോ 100 കോഴിയോ അല്ലെങ്കിൽ 100 കോഴിയോ വാങ്ങിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ 15 20 കോഴിയോളം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും ദൂര സ്ഥലങ്ങളിൽ നിന്ന് കോഴിയെ വാങ്ങിക്കാൻ നിൽക്കരുത്. പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ പ്രദേശത്ത് കോഴികളെ അടുത്ത് നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴികളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളോട് അതിനെ കുത്തി ഞെരുക്കി കൊണ്ടുവരരുത് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. ദൂരെ നിന്ന് വാങ്ങുകയും അതിനെ കുത്തി നിറച്ച് നിങ്ങളെ വീടുകളിൽ എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ കരുതിക്കോളൂ, ആ കോഴികളിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാലാമത്തെ കാര്യം, നമ്മുടെ കൂട്ടിൽ അല്ലെങ്കിൽ ഷെഡിൽ കോഴികൾ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും സെറ്റ് ചെയ്ത് വയ്ക്കുക. കുറഞ്ഞ തീറ്റപാത്രമായിട്ട് നമുക്ക് മുളയൊക്കെ അടുത്തുള്ള കിട്ടാൻ സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വലിയ വണ്ണമുള്ള മുളയൊക്കെ നെടുകെ പിളർന്ന് അത് തീറ്റപാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരുപാട് കാലം നമുക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള നല്ല ഒരു തീറ്റപാത്രം മുളയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യം, നല്ല ഉൽപാദനക്ഷമതയുള്ള ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതുമായ കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നാളായിട്ട് കോഴികളെ വിൽക്കുന്ന നഴ്സറികളിൽ നിന്നും അല്ലെങ്കിൽ ഫാമുകളിൽ നിന്നും നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് എടുക്കുക. പുതിയ ഫാമുകളൊന്നും മോശമായത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാകുമ്പോൾ അതിന് വിജയ സാധ്യത കൂടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്കൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളേതായ ഒരു ശരിയായ രീതിയിലുള്ള ഒരു പോക്കായിരിക്കണം നമ്മൾ ഈ കോഴി വളർത്തലിൽ ആദ്യം മുതൽ അവസാനം വരെയും ചെയ്യേണ്ടത്. ആറാമത്തെ കാര്യം, നല്ല വളർച്ച എത്തിയ ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരബദ്ധമുണ്ട്. നമ്മളിപ്പോൾ 2 മാസമായ അല്ലെങ്കിൽ 3 മാസമായ കോഴിയെ വാങ്ങിക്കാനാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതെങ്കിൽ അവർ 3 മാസമായ കോഴിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 2 മാസമായ കോഴിയെ തന്ന് പറ്റിക്കുന്ന ഒരുപാട് ബിരുദന്മാർ കോഴി കച്ചവടത്തിലുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മൾ വീഡിയോകളായിരിക്കും കാണുന്നത്. അപ്പോൾ അത് നല്ല 3 മാസമായ നല്ല വളർച്ചയെത്തിയ കോഴിയായിരിക്കും. പക്ഷേ അവർക്ക് ഡെലിവറി ആണെന്ന് അവർ വീട്ടിൽ നേരെ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഫോണിൽ കണ്ട അത്ര വളർച്ചയൊന്നും ഈ കോഴിക്ക് ഉണ്ടാകത്തില്ല. അപ്പോഴാണ് പറ്റിക്കപ്പെടലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ആ 2 മാസമായ കോഴി നമ്മളെ കണക്ക് കൂട്ടലനുസരിച്ച് 3 മാസമായ കോഴി ഇനി ഒരു 3 മാസം, അല്ലെങ്കിൽ BB380 ആണെങ്കിൽ ഇനി ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ മുട്ടയിടുമെന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ ഈ 2 മാസമായ കോഴിയെ പിന്നും നമ്മൾ BB380 ആണെങ്കിൽ പിന്നും 3 മാസം കൂടെ വളർത്തണം. സാധാ കൈരളി പോലുള്ള കോഴികളാണെങ്കിൽ പിന്നും നമ്മൾ 4 മാസം കൂടെ വളർത്തണം. ചിലപ്പോൾ 4 5 മാസമോ 6 മാസമോ ഒക്കെ വളർത്തേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പറ്റിക്കലിലൊന്നും ചെന്ന് പെടാതെ നമ്മൾ കോഴിയെ കണ്ട് നല്ല വളർച്ചയെത്തിയ കോഴിയെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. എന്ന് കരുതി എല്ലാ കോഴി കച്ചവടക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. നല്ല രീതിയിൽ കസ്റ്റമറെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കോഴികളെ വളർത്തി വിൽക്കുന്ന നല്ല ഒരുപാട് കോഴി കർഷകർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള കോഴി കർഷകരിൽ നിന്നാണ് ഞാൻ എൻ്റെ കോഴികളെയൊക്കെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി നമ്മൾ നല്ല കോഴികളെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 7ാമത്തെ കാര്യം, നമ്മൾ വാങ്ങിക്കുന്ന കോഴികൾക്ക് രോഗബാധ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. രോഗബാധയുള്ള കോഴികളെ വളർത്തി വിജയത്തിലെത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. 8ാമത്തെ കാര്യം, നമ്മുടെ കോഴികൾക്ക് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നൽകുക. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കോഴിയുടെ ആരോഗ്യത്തിനും മുട്ടയുൽപാദനത്തിനും മാംസോൽപാദനത്തിനും വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ധാരാളമായി കോഴികൾക്ക് നൽകുക. 9ാമത്തെ കാര്യം, കോഴികളുടെ ആരോഗ്യത്തിന് വേണ്ട മാംസ്യം, കൊഴുപ്പ്, രാസവസ്തുക്കൾ, ജീവകങ്ങൾ എന്നിവ അടങ്ങിയ തീറ്റ കോഴികൾക്ക് കൊടുക്കുക. 10ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വെള്ളം വീണ അത് ഉടനെ തന്നെ പൂത്തുപോയി നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. അത് നമ്മൾ കൊണ്ടുവന്ന് കോഴികൾക്ക് കൊടുത്താൽ ഉറപ്പായും കോഴികൾ അസുഖം വന്ന് ചത്തുപോകും. അപ്പോൾ കോഴിത്തീറ്റ നമ്മൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. 11ാമത്തെ കാര്യം, കോഴി വളർത്തലിൽ നമുക്ക് ഏറ്റവും ചിലവേറിയ ഒരു ഭാഗമാണ് കോഴികളുടെ തീറ്റ ചിലവ്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ കോഴികളെ കഴിവതും തുറന്നു വിട്ട് വളർത്തിയാൽ തീറ്റ ചിലവ് നമുക്ക് 4ൽ 2ആയി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കോമ്പൗണ്ട് വല കൊണ്ടെങ്കിലും അത് കെട്ടി സെറ്റ് ചെയ്ത് എടുത്തിട്ട് കോഴികളെ തുറന്നു വിടാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്ത് കോഴി തീറ്റയുടെ ചിലവിൽ നിന്നും ആ വലിയ ചിലവിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. 12ാമത്തെ കാര്യം മറ്റൊന്നുമില്ല, നമ്മൾ ഈ സംരക്ഷിച്ച് വളർത്തി നമ്മൾ കൊണ്ടുവരുന്ന മുട്ടക്കോഴികൾ അല്ലെങ്കിൽ ഇറച്ചി കോഴികളെ വിപണനം ചെയ്യാനുള്ള ആ സ്ഥലം നമ്മൾ കോഴികൾ മുട്ട ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് ഇറച്ചിപ്പരുവമായി വിൽക്കാനായിട്ട് അടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ വിപണി നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയാവും. കാരണം 100 കോഴിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് 100 മുട്ടയും വിറ്റ് തീർക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അത് പിറ്റേ ദിവസമാകുമ്പോൾ അത് ഇരട്ടിയാവുകയാണ് ചെയ്യണം. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ആ മുട്ടകൾ നമ്മളിൽ കെട്ടിക്കിടന്ന് നമുക്ക് നഷ്ടമുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മുട്ടക്കോഴിയാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വിപണിയും കൂടെ നിങ്ങൾ കണ്ടെത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറച്ചിക്കോഴിക്കായാലും അങ്ങനെ തന്നെയാണ്. അതിനെ നമുക്ക് വിറ്റൊഴിവാക്കാനുള്ള ആ ഒരു വിപണി നിങ്ങൾ കണ്ടെത്തി വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. നാടൻ മുട്ടയ്ക്കും ഇറച്ചിക്കും നമ്മുടെ നാട്ടിൽ വലിയ ഡിമാൻഡ് തന്നെയാണ്. ഉറപ്പായും കോഴി വളർത്തലിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്ടം കൂടി, നമ്മുടെ താല്പര്യം കൂടി കണക്കിലെടുത്താണ് നമ്മുടെ ഏത് ജോലിയിലെയും വിജയം നമുക്കുണ്ടാവുന്നത്. ഓക്കെ, ബൈ.